നമസ്കാരം. നമസ്കാരം. സമൃദ്ധിയുടെ ആഘോഷമായ ഈ വിഷുനാളിൽ നമ്മളും നിങ്ങളോടൊപ്പം ഒന്നുചേരുകയാണ് വിഷു ആഘോഷിക്കാനായി. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അതെ, അപ്പോൾ അതുകൊണ്ട് വിഷു സ്പെഷ്യൽ ഈ ലേഡീസ് അവറിലേക്കും എല്ലാവർക്കും സ്വാഗതം. വിഷു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അനുശ്രീ ഓർമ്മകൾ, വിഷു ഓർമ്മകൾ? മോർണിംഗ് വി അവേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ, അത് നമ്മൾ കാണുന്നത് വിഷുവിൻ്റെ അന്നാണ് കേട്ടോ. അല്ലാതെ പൊതുവെ ഈ ഹോളിഡേ സമയത്തെ ഫുൾ ടൈം കിടന്ന് ഉറങ്ങലായിരിക്കും. ഒരു 9 മണിക്കൊക്കെ ആയിരിക്കും എണീറ്റ് വരുന്നത്. ഇതിപ്പോൾ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ മുഖത്ത് വെള്ളമൊക്കെ വീണിട്ടായിരിക്കും ഉറക്കം എണീക്കുന്നത്. ഇത് അമ്മ വന്ന് കണ്ണുപൊത്തി വിളിച്ചുകൊണ്ട് പോയി എന്താണ് പൂജാമുറിയിലെ ശാമ്പ്രാണിത്തിരിയുടെ മണവും ഇതാ ഇവിടെയുള്ള അതേ മണവും ഒക്കെയാണ് രാവിലത്തെ ഒരു ഓർമ്മ, കൊച്ചിലത്തെ പോലെ ഓർമ്മ. അതെ അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം വിഷു ഓർമ്മ എന്ന് പറയുന്നത് വിഷു കണിയും വിഷു കൈനീട്ടവുമാണ്. പ്രത്യേകിച്ച് ഒരു കുട്ടികൾക്കെല്ലാം വിഷു ഓർത്തിരിക്കാനും വിഷു വരാൻ ഒത്തിരി ആഗ്രഹിക്കുന്നതും ഈ വിഷു കൈനീട്ടം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നല്ലേ. ശരിക്കും എല്ലാ കുട്ടികൾക്കും ഒരു പോക്കറ്റ് മണി എന്നുള്ള കാര്യം, അവരുടെ പോക്കറ്റ് മണി അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇതൊക്കെയാണ്. അടുത്ത കുറെ കുട്ടികൾക്ക് തന്നെ അടുത്ത ഒരു വിഷു വരെയുള്ള ഒരു സമ്പാദ്യമാണ് ഈ വിഷു കൈനീട്ടം എന്ന് പറയുന്നത്. ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു നൊസ്റ്റാൾജിയാണ്. അവരുടെ ഒരു ഗതകാല സ്മരണകൾ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളാണ് വിഷു നൽകുന്നത്. ശരിക്കും എന്താണ് ഒരു പുതിയ കൊയ്ത്തുകാലം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് വിഷു. സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ്. അപ്പം സ്പ്രിംഗ് എന്ന് പറഞ്ഞാലാണല്ലോ സന്തോഷത്തിന്റെ, എല്ലാം പൂത്തും തളർത്തും സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ഒരു. അതെ, അതുപോലെ തന്നെ വിഷുവിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളെയാണ് ഈ കണിക്കൊന്ന എന്ന് പറയുന്നത്. അതെ അതെ അതെ, കണിക്കൊന്നയുടെ പിന്നിലും ഉണ്ടല്ലോ ഐതിഹ്യങ്ങളുണ്ട്. കൃഷ്ണന്റെ ഒരു വളരെ വലിയ ഭക്തനായ ഒരു ബാലന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കൃഷ്ണന്റെ അരയിലിരുന്ന് അരങ്ങാണം എടുത്ത് ഉണ്ണിക്ക് ഗിഫ്റ്റ് കൊടുത്തു. എന്നിട്ട് ആ ഉണ്ണിയെ തേടി എന്താണ് ഈ ഉണ്ണിയുടെ അരയിൽ അരങ്ങാണം കിടക്കുന്നുണ്ട്. ഉണ്ണിയുടെ അമ്മയും പരിഭ്രമിച്ചു, ആ പൂജാരിയും എല്ലാം കണ്ടപ്പോഴേക്കും എന്താണിത്, കൃഷ്ണന്റെ അരയിൽ കിടക്കുന്ന അരങ്ങാണം നിന്റെ അരയിൽ കിടക്കുന്നത് അതെങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ഉണ്ണി അവഹേളിച്ച്. അതായത് ഉണ്ണി പറഞ്ഞു, ഇല്ല, എനിക്ക് കൃഷ്ണൻ തന്നെയാണ്, കൃഷ്ണൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് തന്നെയാണ്, ഞാൻ കുറേ കാലമായിട്ട് കൃഷ്ണനെ കാണണം എന്ന് ആഗ്രഹിച്ച് പോയി തൊഴുതപ്പോൾ കൃഷ്ണൻ എനിക്ക് തന്നു, എൻ്റെ മുന്നിൽ വന്ന് കൃഷ്ണൻ്റെ അരങ്ങണം തന്നു. പക്ഷേ അതാരും വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവർ ഈ ഉണ്ണിയുടെ അരയിൽ കിടന്ന അരങ്ങാണം വലിച്ചെടുത്ത് നേരെ എറിഞ്ഞത് ഒരു മരത്തിലായിരുന്നു. ആ അരങ്ങാണത്തിന്റെ രീതിയിൽ ആണ് മരം ഉടനെ തന്നെ പൂക്കാൻ തുടങ്ങി. അതാണ് കണിക്കൊന്ന. അതെ അതെ. ഏതായാലും ഈ വിഷു ദിനത്തിൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ കൗമുദി TV ലേഡീസ് അവർ പ്രേക്ഷകർക്കും ഒരു വിഷു കണിയുമായിട്ട് നമ്മുടെ ഒരു സ്മാർട്ട് ലേഡി നമ്മളോടൊപ്പം ഉണ്ട്. നമുക്കൊരു വിഷു കണി കണ്ടിട്ട് തിരിച്ചു വരാം. വിഷു കണിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശ്രീമതി ഗ്രീഷ്മ, സ്മാർട്ട് ലേഡി. എൻ്റെ പേര് ഗ്രീഷ്മ. ഞാൻ താമസിക്കുന്നത് കടവന്തറ, കൊച്ചിയിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് CTS എന്നൊരു IT കമ്പനി ഇൻഫോ പാർക്കിലാണ്. അവിടെ QA എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ മാരീഡാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വിഷ്ണുറാം. IBS എന്ന കമ്പനിയിലെ സൊല്യൂഷൻ ആർക്കിടെക്റ്റാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചിയാണ് ഉള്ളത്. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു. ചേച്ചി ഇപ്പോൾ ദുബായിൽ സെറ്റിൽഡാണ്. ഈ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം എനിക്ക് ഡാൻസിലും മ്യൂസിക്കിനോടും വളരെ താല്പര്യമാണ്. ഞാൻ ഡാൻസ് പഠിച്ചത് ശ്രീ കലാമണ്ഡലം ഗോപിനാഥൻ മാഷിൻ്റെ കീഴിലാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ അഭ്യസിച്ചത് ക്ലാസിക്കൽ നൃത്തങ്ങളാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം എന്നീ ഇനങ്ങളാണ് മാഷിൻ്റെ കീഴിൽ പഠിച്ചത്. ഞാൻ ഡാൻസിലേക്ക് വന്നത് എൻ്റെ അച്ഛനമ്മയ്ക്കും കലയോട് വളരെയധികം താല്പര്യമാണ് ഉള്ളത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് അമ്മ ഇതുപോലെ ഡാൻസിന് വേണ്ടി ഒരു ഗുരുവിനെ തപ്പി. അങ്ങനെ മാഷിൻ്റെ അവിടെ ഞങ്ങളെത്തി. അവിടെ നിന്നാണ് ഞാൻ ഡാൻസിൻ്റെ ആദ്യ ചുവടുകൾ പഠിക്കുന്നത്. പിന്നീട് തുടർന്ന് പഠിച്ചു. ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തു. പ്രോഗ്രാമുകൾ മാഷിൻ്റെ അവിടെ തന്നെ ഉത്സവങ്ങളിലായാലും അതുപോലെ തന്നെ സ്കൂൾ തലങ്ങളിൽ യൂത്ത് ഫെസ്റ്റിവലിനും അതുപോലെ കോളേജിലെ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലിനും ഡാൻസിൽ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഞാനൊരു പെയിൻറ്ററും കൂടിയാണ്. ഞാൻ പെയിൻറ്റിങ് അഭ്യസിക്കുന്നത് കടവന്തറ ഹോം മേക്കേഴ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രസന്ന നായർ മിസ്സിൻ്റെ കീഴിലാണ്. അവിടെ ടാഞ്ചൂർ പെയിൻറ്റിങ്, പിന്നെ ചാർക്കോൾ പെയിൻറ്റിങ്, പോട്ട് പെയിൻറ്റിങ് എന്നിവയാണ് ഞാൻ അവിടെ അഭ്യസിക്കുന്നത്. നൃത്തയിനങ്ങൾ ഞാൻ പറഞ്ഞ ക്ലാസിക്കൽ കൂടാതെ ഞാൻ തിരുവാതിര അഭ്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടിയാട്ടം ഞാൻ അഭ്യസിച്ചിട്ടുണ്ട്. കൂടിയാട്ടം പഠിച്ചത് നാരായണൻ ചാക്യാർ മാഷിൻ്റെ കീഴിലാണ്. തിരുവാതിര പഠിക്കുന്നത് മാലതി മിസ്സ ടീച്ചറിൻ്റെ കീഴിലാണ്. ചേച്ചിയും ഞാനും കൂടെ ചേർന്നിട്ട് ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ ലയതരംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് നമ്മുടെ ഇവിടെ കൊച്ചിയിൽ തന്നെ സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും അതുപോലെ തന്നെ ഇങ്ങനെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികളെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇങ്ങനെ ഡാൻസിലോട് ഇഷ്ടമുള്ളവരെ എല്ലാവരെയും കൂടി ചേർന്ന് ഒരു പ്രോഗ്രാം നടത്തുകയും അതിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രോഗ്രാമിന്. അത് ഞങ്ങളൊരു നൊസ്റ്റാൾജിയ എ ട്രിബ്യൂട്ട് ടു 100 years ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്തത്. അത് പഴയ കാലത്തേക്ക് നമ്മളെ പഴയ സിനിമകളിലുള്ള പാട്ടുകളും ഗാനങ്ങളും എടുത്തിട്ട് അതുപോലെ തന്നെ പോർട്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് സക്സസ് ആയി എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഞങ്ങളൊരു 100 പേര് കൂടെ ചേർന്നിട്ട് ഇവിടെ ഒബ്രോൺ മോളിൽ ഒരു ഫ്ലാഷ് മോബ് കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് ലയതരംഗ് എന്നുള്ളൊരു ക്ലബ്ബ് ഇപ്പോഴും കൊച്ചിയിലുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റും ഈ ക്ലബിലുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ അത് നല്ലപോലെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്കൂൾ തലങ്ങളിൽ യുവജനോത്സവത്തിൽ മത്സരിച്ചിട്ടുണ്ട്. യുവജനോത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് കലോത്സവം, അപ്പോൾ അതിൽ തന്നെ പല ഇനങ്ങളിലും ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, കൂടിയാട്ടം എന്നിവയിലും അതുപോലെ തന്നെ സംഘനൃത്തത്തിലും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് തലങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട്. ഇതിന് എന്നെ സഹായിച്ചത് മാഷ് തന്നെയാണ്. മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഷ് ഒരു കഥകളി അധ്യാപകനാണ്. ബേസിക്കലി മാഷ് കഥകളിയാണ് അറിയുന്നത്. പക്ഷേ മാഷ് കഥകളി കൂടാതെ ഭരതനാട്യവും മോഹിനിയാട്ടവും കേരള നടനം എല്ലാം പഠിപ്പിക്കും. മാഷിൻ്റെ ആ ഒരു പഠിപ്പിക്കുന്ന ശൈലിയും പറയുകയാണെങ്കിൽ വെറുതെ നമുക്ക് ഡാൻസ് പറഞ്ഞു തരുകയല്ല ചെയ്യുന്നത്. ആ ഡാൻസിൻ്റെ തന്നെ ആയാലും ഇപ്പോൾ ഒരു സ്റ്റോറി ഇപ്പോൾ ചെയ്യണമെങ്കിൽ ചിലവർ പറയും, ഇപ്പോൾ ഒരു കൃഷ്ണൻ ഇപ്പോൾ വെണ്ണ കട്ടുന്ന സീനാണെങ്കിൽ കൃഷ്ണൻ വെണ്ണ കട്ടുന്നു, അതപ്പോൾ അഭിനയിക്കണമെന്ന്. പക്ഷെ മാഷിൻ്റെ ക്ലാസ് അങ്ങനെയല്ല. ആ മാഷിൻ്റെ ക്ലാസ്സിൽ എന്താണ് ആ ഒരു സന്ദർഭം, കൃഷ്ണൻ വെണ്ണ കട്ട് തിന്നാനുള്ള കാരണം എന്താണെന്നും ആ ഒരു സന്ദർഭം പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലത് എങ്ങനെയാണ് വരേണ്ടതെന്ന് നിറഞ്ഞു നിൽക്കും. നമുക്കപ്പോൾ അതിനനുസരിച്ച് അഭിനയിക്കാൻ വളരെ എളുപ്പമാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് മാഷിൻ്റെ അവിടെ പഠിക്കാൻ പറ്റിയതിൽ. അതുപോലെ തന്നെ ഞാൻ ഞാൻ പഠിച്ചത് ഇവിടെ ക്യുസാറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടെ ഇതുപോലെ സർഗം ആർട്സ് ഫെസ്റ്റിവൽ യൂണിവേഴ്സിറ്റി പല ഇൻ്റർ കോളേജസ് തമ്മിലുള്ള ആർട്ട് ഫെസ്റ്റിവലാണ്. അവിടെയും ഇതുപോലെ ക്ലാസിക്കൽ നൃത്തങ്ങൾ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൊറിയോ, സ്റ്റെപ്പ് ആൻഡ് സിങ്ക്രോ, ഈസ്റ്റേൺ എന്നീ ഗ്രൂപ്പ് ഇനങ്ങളിലും എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ശരിക്കും വിചാരിച്ചു യൂണിവേഴ്സിറ്റിയും കോളേജും കഴിയുമ്പോഴേക്ക് ഈശ്വര എനിക്കിനി ഇതുപോലൊരു മത്സരങ്ങളിലൊന്നും ഇനി പങ്കെടുക്കാൻ പറ്റില്ലേ, ഡാൻസ് ഇനി തുടരാൻ പറ്റുള്ളൂ എന്നൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഈ ജോലിയുടെ ഒപ്പം തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ വീക്കെൻഡ്സ് കിട്ടുവാണെങ്കിൽ ഞാൻ ഉടനെ സമയം കണ്ടെത്തി ഞാൻ ഇപ്പോൾ ഡാൻസിന് പോവുകയും പ്രാക്ടീസ് ചെയ്യുമ്പോഴും പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം വരുവാണെങ്കിൽ തന്നെ ഓഫീസ് കഴിഞ്ഞിട്ട് പ്രാക്ടീസിന് പോയിട്ട് അങ്ങനെ പ്രോഗ്രാംസുകൾ ചെയ്യുകയാണ് പതിവ്. പിന്നെ ഞങ്ങൾ തിരുവാതിര ഒരു 3 വർഷം മുമ്പ് ഒരു 3000 പേരെ വെച്ചിട്ട് ദർബാർ ഹോൾ ഗ്രൗണ്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി. അതുപോലെ തന്നെ പിന്നൽ തിരുവാതിര അത് ഇതുപോലെ തന്നെ പനപ്പള്ളി നഗർ ഗ്രൗണ്ടിൽ ഒരു 60 ടീമോളം, ഒരു ടീമിൽ 8 ആൾക്കാർ വെച്ച് ഒരു 60 ടീമോളം ആളുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയും ഒരു ഭാഗമാകാൻ പറ്റി. പിന്നെ വീണയിൽ ഇതുപോലെ ഇവിടെ നമ്മുടെ കടവന്ത്ര വളഞ്ഞമ്പലം, കൊച്ചി വളഞ്ഞമ്പലത്തിൽ വെച്ചിട്ട് 101 പേരെ വെച്ചിട്ടൊരു വീണ കോൺസേർട്ട് ടീച്ചറുടെ കീഴിൽ ഉണ്ടായിരുന്നു. അതിനും ഒരു ഭാഗമാകാൻ പറ്റി. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ശ്രീ രവിശങ്കറിൻ്റെ 60ാം പിറന്നാളിൽ 2000 പേരെ വെച്ചിട്ട് ഒരു വീണ കോൺസേർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെയും എനിക്ക് ഭാഗമാകാൻ പറ്റിയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടും ഞാൻ ഓഫീസിൽ കയറി അവിടെ എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു. IT-യിലും ഇതുപോലെ കലയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ അതിശയിച്ചു പോയി. അവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് കോമ്പറ്റീഷൻസ് വരാറുണ്ട്, പ്രോഗ്രാംസ്. ഇപ്പോൾ എൻ്റെ ഓഫീസിലാണെങ്കിൽ തന്നെ ഒരുപാട് പ്രോഗ്രാംസും വരാറുണ്ട്. അവിടെ ഞങ്ങൾ 2014 ഇൻഫോ പാർക്ക് കമ്പനീസ് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഇതുപോലെ സമ്മാനം ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായിരുന്നു അവിടെ. അതിന് ഞങ്ങളെ സഹായിച്ചത് സതീഷ് സാറാണ്. അപ്പോൾ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ പോകും വഴി ഞാൻ കണ്ടംപററി സ്റ്റൈൽ ഡാൻസും കുറച്ചും കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിരിക്കുന്നത് ശ്രീജിത്ത് മാഷിൻ്റെ കീഴിൽ നിന്നാണ് ഇങ്ങനെ കോണ്ടംപററി സ്റ്റൈൽ ഡാൻസ് പഠിച്ചത്.
നെക്സ്റ്റ് മാരേജ് വന്നപ്പോഴായിരുന്നു എൻ്റെ അടുത്ത ടെൻഷൻ. ഈശ്വര, ഇനി മാരേജ് കഴിയുമ്പോഴേക്കും എനിക്കിനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഡാൻസിനോട് ഇഷ്ടമുള്ള ഒരാളായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ആങ്സൈറ്റിയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതും ഇതുപോലെ ദൈവാനുഗ്രഹത്താൽ നല്ലൊരു ഹസ്ബൻഡിനെയാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മ അനിയനാണുള്ളത്. അനിയൻ ഇവിടെ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അവിടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ റിലേറ്റീവ്സിന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് കലയിനോട്. ഡാൻസ് ഫോക്കസ് ചെയ്ത് ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനു വേണ്ടി പരിശ്രമിക്കും. അതുപോലെ തന്നെ അതിനുവേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അതിന് ദൈവാനുഗ്രഹിച്ച് നല്ലൊരു ഗുരുക്കന്മാരെ കിട്ടാനും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനും എനിക്ക് അനുഗ്രഹം ലഭിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഉള്ളത്.